വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് 18ാം വാർഡിൽ പ്രതിഭാ പുരസ്കാരം സമ്മാനിച്ചു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ ജേതാക്കളെ അനുമോദിച്ചു. വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് കാരാഴ്മ 18ാം വാർഡിന്റെ നേതൃത്വത്തിലാണ് പ്രതിഭാ പുരസ്കാര ചടങ്ങ് സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് ആദരവും നടത്തി. SSLC +2 VHSC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ D. അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു. മക്കളമാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ ഉന്നത വിജയം നേടുമ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരും നന്മയുള്ളവരായി വളർന്നു വരണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. നമ്മൾ എപ്പോഴും നമ്മുടെ സമൂഹത്തെയും അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ കുട്ടികളെയും ഒക്കെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകണം. ഒരുപക്ഷേ ഫുൾ A+ കിട്ടിയെന്നോ കിട്ടിയില്ലെങ്കിലോ കിട്ടാത്തവരെ കൂടി അല്ലെങ്കിൽ ഒരു വിഷയത്തിന് പുറകെ നിൽക്കുന്നവരെ കൂടി നിങ്ങളോടൊപ്പം കൊണ്ടുവരുവാനുള്ള ഒരു സഹായം നിങ്ങൾ മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. കാരണം അങ്ങനെയാണ് നമ്മൾ സമൂഹത്തിനോട് പ്രതിബദ്ധതയോടുകൂടിയാണ് മക്കൾമാരെ നിങ്ങൾ വളർന്നു വരേണ്ടത്. ആ പ്രതിബദ്ധതയുടെ ഒരു ഉദാഹരണം തന്നെയാണ് ഇന്ന് നിങ്ങളെ വിളിച്ച് ഇവിടെ അനുമോദനം നടത്തുന്ന ഈ സമൂഹത്തിന് നിങ്ങളോടുള്ള കടപ്പാട്. നിങ്ങൾ ആണ് നാളെ ഈ നാടിൻ്റെ അസറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കർമ്മ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് അംഗം ഉഷാചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. P. ഭാസുരൻ സ്വാഗതം പറഞ്ഞു. ഷീബ മഹേന്ദ്രൻ, സീനു യൂസഫ്, ഗീതാ മധു, S. സന്തോഷ്, R. അജയൻ, വള്ളികുന്നം രാജേന്ദ്രൻ, NS കുമാർ, പ്രകാശ്, മോഹൻകുമാർ N, KV അഭിലാഷ്, A. അമ്പിളി, അബ്ദുൽ സലാം, ശശി നീലിമ, N. ആനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഫുട്ബോളാണെന്ന് പറഞ്ഞത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സന്യാസിയാണ്. ലോകം കണ്ട ആരാധ്യനായ സന്യാസി ശ്രീ വിവേകാനന്ദനാണ്. സ്വാമികളാണ് പറഞ്ഞത്, കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഭഗവത്ഗീതയല്ല, മറിച്ച് എന്താണ്? ഫുട്ബോളാണ്. ഭഗവത്ഗീത, സംസ്കൃതത്തിൽ പറയപ്പെട്ട ഭഗവത്ഗീത നിങ്ങളുടെ മുന്നിൽ ആവർത്തിച്ച് ഉരുവിട്ടാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകും? അതോടൊപ്പം കളിക്കുകയാണ് അവർ. അവിടുന്ന് ജനാധിപത്യത്തിന്റെ പ്രാഥമിക മര്യാദകൾ പഠിക്കുന്നുണ്ട്. വീട് കിടക്കുന്നവരെ എടുത്ത് തോളിലേക്ക് ആശുപത്രി കൊണ്ടുപോകുമ്പോൾ സഹാനുഭൂതിയുടെ മറ്റൊരു പാഠം പഠിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് 15 കുടുംബങ്ങളിൽ വരുന്ന കൂട്ടുകാരോടൊപ്പം ഫുട്ബോൾ കളിക്കുമ്പോൾ 15 സമൂഹവുമായി ഈ കുട്ടി ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ നല്ല ഗ്രൗണ്ടുകൾ ഉണ്ടാക്കി കൊടുക്കുവാൻ നമ്മുടെ ജനപ്രതിനിധികൾ ശ്രദ്ധിക്കണം. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം.